നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. തന്റെ കൈകൾ ശുദ്ധമെന്ന് ആവർത്തിച്ച് പിണറായി വിജയൻ. തനിക്കോ മകൾക്കോ ഹവാല ഇടപാടിൽ പങ്കില്ല. വീണ തന്റെ മകളായതുകൊണ്ടാണ് ED വിചിത്രമായ നടപടികൾ സ്വീകരിക്കുന്നത്. ഇനിയും വിവരങ്ങൾ വേണമെങ്കിൽ വീണ നൽകുമെന്നും പിണറായി വിജയൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിന് ജാമ്യമില്ല. മുൻ ദേവസ്വം ബോർഡ് അംഗം അജികുമാറിന് ജാമ്യം. ആരോഗ്യാവസ്ഥ പരിഗണിച്ച് അജികുമാർ ജാമ്യം നൽകി. SFI മുൻ സെക്രട്ടറി PM ആർഷോയ്ക്കെതിരെ MGS സർവകലാശാലയുടെ അന്വേഷണം. ഹാജരില്ലാതെ 7ാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകിയ നടപടിയിൽ പരിശോധന. പുതിയ അന്വേഷണം ഇടത് സിൻഡിക്കേറ്റ് ഒത്തുതീർപ്പാക്കിയ കേസിൽ. ജലവേളക്കൊരുങ്ങി പുന്നമട. ആവേശത്തുഴേറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ചുണ്ടൻ വള്ളങ്ങളടക്കം 71 വള്ളങ്ങൾ മാറ്റി. PSC പരീക്ഷാ ക്രമക്കേടിൽ ഇടപെട്ട് ഗവർണർ. ബന്ധപ്പെട്ട പരാതികളിൽ ഗവർണർ വിശദീകരണം തേടി. PA സെക്രട്ടറിയെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തി. എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ആരാഞ്ഞു. അന്വേഷണവുമായി PSC പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് സെക്രട്ടറിയുടെ വിശദീകരണം. മംഗലാപുരം മേഖല പാലക്കാട് ഡിവിഷനിൽ നിന്ന് ഒഴിവാക്കിയതോടെ കേരളത്തിന് വൻ തിരിച്ചടി. ഡിവിഷന്റെ വരുമാനത്തിൽ 60% വരെ കുറവുണ്ടായേക്കും. പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നതിലും തിരിച്ചടിയുണ്ടാകും. റെയിൽവേ ബോർഡിന്റെ തീരുമാനം ഏകപക്ഷീയമെന്ന് മുഖ്യമന്ത്രി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം സംസ്ഥാന സർക്കാരിനാണെന്ന് KMRL. പേരുമാറ്റം സംബന്ധിച്ച് ഇതുവരെ കേന്ദ്രം നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല. കേരളത്തിൽ മറ്റു പദ്ധതികൾ കൂടി വരുന്നത് പരിഗണിച്ചാണ് പേരിൽ മാത്രം മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ ചെയ്തതെന്നും വിശദീകരണം. തിങ്കളാഴ്ച മുതൽ മിഡിൽ ഈസ്റ്റിൽ ഉപരോധ യുദ്ധം. ഇറാനെതിരായ US-ന്റെ സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിക്കും. ഇറാന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകുന്ന ഏതൊരു രാജ്യത്തിനും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും US. ചൈന ഉൾപ്പെടെയുള്ള ടെഹ്റാന്റെ പ്രധാന വ്യാപാര പങ്കാളികളെയും ഉപരോധം ബാധിക്കുമെന്ന് വിശദീകരണം. യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായെന്ന് ഇറാൻ പ്രസിഡന്റ്. US-നേക്കാൾ ശക്തമായ നിലയിലാണ് ഇപ്പോൾ ഇറാൻ ഉള്ളതെന്നും അവകാശവാദം. യുദ്ധത്തിൽ ഇറാൻ വിജയം നേടിയെന്ന് ലോകം അംഗീകരിച്ചുവെന്നും മസൂദ് പെസഷ്കിയാൻ. ത്രിരാഷ്ട്ര ഉടമ്പടിയുടെ ഭാഗമാകാൻ താൽപര്യം പ്രകടിപ്പിച്ച് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ സൗദി സന്ദർശിക്കും. ഇന്ത്യയിലേക്ക് വരില്ലെന്നും സ്ഥിരീകരണം. ED അന്വേഷണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിശദീകരണം. വീണ തന്റെ മകളായതുകൊണ്ടാണ് വിചിത്രമായ നടപടികൾ. EDയുടെ പത്രക്കുറിപ്പ് ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണ്. അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ട്. ഇനിയും വിവരങ്ങൾ വേണമെങ്കിൽ വീണ നൽകുമെന്നും പിണറായി പറഞ്ഞു. ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വീണ എൻ്റെ മകളാണ് എന്നതിൻ്റെ മേലെയാണല്ലോ ഈ ഇത്തരം പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്നത്. മറ്റ് വീണ എന്ന് പറയുന്ന ഭയങ്കര സ്വത്തിൻ്റെ ഉടമയല്ലാരും. ഇതിന് കേൾക്കുന്ന പണവും വളരെ വലിയ പണവും അല്ലാരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്താ എത്രയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ മകളായതുകൊണ്ട് ഈ വിചിത്രമായ നടപടികൾ കൂടി വരികയാണല്ലോ. ഇത് നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ. ഈ പറഞ്ഞ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വന്നപ്പോൾ എല്ലാ രീതിയിലും വീണ സഹകരിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസം അതിൽ കാണിച്ചു. അത് ഏത് അന്വേഷണത്തോടും സാധാരണഗതിയിൽ നമ്മൾക്ക് സ്വീകരിക്കേണ്ട നിലപാടാണ്. അത് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. ഇനിയും വിവരങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ആ വിവരങ്ങൾ നൽകുന്നതിന് വീണയുടെ ഭാഗത്ത് യാതൊരു മടിയും ഉണ്ടാവില്ല. താനോ കുടുംബാംഗങ്ങളോ ഒരു ഹവാല ഏർപ്പാടിനുമില്ല. പിണറായി വിജയൻ നേരെയായാൽ എന്തും ചെയ്യാമെന്നാണ് മലയാള മനോരമയുടെ രീതി. തന്റെ കയ്യിൽ കറയാക്കാമെന്ന് ധരിക്കേണ്ട എന്ന് മാത്രമാണ് മാമൻ മാത്യുവിനോട് പറയാനുള്ളതെന്നും പിണറായി വിജയൻ പ്രതികരിച്ചു. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്നായ മാമൻ മാത്യു നേതൃത്വം കൊടുക്കുന്ന മലയാള മനോരമയ്ക്ക് ഇത്തരത്തിൽ ഒരു ശരിയല്ലാത്ത വാർത്ത കൊടുക്കാൻ കഴിഞ്ഞത്?
അവർ സൃഷ്ടിക്കല്ലേ വാർത്ത? അങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കലാണോ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? പിണറായി വിജയന് നേരെയായാൽ എന്തും ചെയ്യാം, എന്തും സൃഷ്ടിക്കാം എന്നതാണോ അംഗീകരിക്കേണ്ട രീതി? എത്ര കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട്? എന്താണ് ഇതിന്റെ ഫലം? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നത്. അത് മാമൻ മാത്യു മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് മാമൻ മാത്യുവിന്റെ പേര് ഞാൻ പറയുന്നത്. മാമൻ മാത്യു എൻ്റെ അടുത്ത സുഹൃത്താണ്, അല്ലാത്തതുകൊണ്ടല്ലേ. അയാളും കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. എനിക്ക് പൂർണ്ണമായ വിശ്വാസം, അത് പൂർണ്ണ ബോധ്യം, ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരു ഹവാല ഏർപ്പാടിന് നിന്നിട്ടില്ല. ഒരു ഹവാല ഏർപ്പാടുമില്ല. എല്ലാം സംശുദ്ധമായി നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇതിന് കറവറിന്റെ ആക്കാം എന്ന് ധരിക്കണ്ട. മാസപ്പടി കേസ് ആയുധമാക്കി പിണറായി വിജയനെതിരെ കടുത്ത നീക്കത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്ന വിവരവും പുറത്തുവരികയാണ്. റിയാസിന് പിന്നാലെ അന്വേഷണം പിണറായിയിലേക്ക് എത്തുമെന്ന് അത് മുന്നിൽ കണ്ടാണ് നീക്കം. പിണറായി പ്രതിപക്ഷ നേതൃപദവി ഒഴിയണമെന്ന ആവശ്യം ശക്തമാക്കിയാകും UDFന്റെ നീക്കം. മാസപ്പടി കേസിൽ എങ്ങനെ പ്രതിരോധം ഉയർത്തുമെന്ന് ഇടതുമുന്നണിയിൽ രൂപപ്പെട്ട ആശയക്കുഴപ്പം മുതലെടുക്കാനാണ് UDFന്റെ ശ്രമം. CMRL എക്സലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് വീണ വിജയനെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാർത്താക്കുറിപ്പിലെ കഴിഞ്ഞ ദിവസത്തെ പരാമർശങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ രാഷ്ട്രീയമായി ആയുധമാക്കാനുള്ള നീക്കത്തിലേക്ക് കോൺഗ്രസ് ക്യാമ്പ് എത്തുന്നത്. ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് ശേഷം അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വസ്തുതകളും പരസ്യമാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളും നടത്താൻ വീണ വിജയനോ മുഹമ്മദ് റിയാസിനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ED പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാനാവില്ല എങ്കിലും ED പുറത്തിറക്കിയിരിക്കുന്ന ഈ വാർത്താക്കുറിപ്പ് ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. മാത്രമല്ല ഹവാല ഇടപാട് ഇതിന്റെ പേരിൽ നടന്നിട്ടുണ്ട് എന്ന് കൂടി ആ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത് നിഷേധിക്കാനോ ഈ സിം കാർഡ് വ്യാജമായി ഉപയോഗിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ക്രമക്കേടുകൾക്ക് വേണ്ടി അത് ദുരുപയോഗം ചെയ്തു എന്നുള്ള പരാമർശങ്ങളെ പോലും പ്രതിരോധിക്കാനോ വീണ വിജയന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായി ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക എന്ന ഒരു തീരുമാനത്തിലേക്ക്, അത്തരമൊരു വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയും ചെയ്തിരിക്കുന്നത്. ED നടത്തുന്ന രാഷ്ട്രീയ പകപോക്കലാണ് എന്ന പ്രതിരോധം തീർക്കുകയായിരുന്നു CPM നേതൃത്വം. അതേസമയം മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ CPI ബിസിനസ് വേറെ രാഷ്ട്രീയം വേറെ എന്ന നിലപാട് വ്യക്തമാക്കി പരസ്യ പ്രതികരണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ LDFനുള്ളിലെ തന്നെ ഒരു ഘടകകക്ഷി നിലപാടെടുക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രതികരണം നടത്താതിരിക്കുന്നത്, അല്ലെങ്കിൽ ആ നീക്കത്തിനെതിരെ ഒരു രാഷ്ട്രീയ പ്രതികരണം നടത്താതിരിക്കുന്നത് ഒട്ടും ആശാസ്യമല്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഇങ്ങനെയൊരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ എത്തുന്നത്. അങ്ങനെയെങ്കിൽ അത് പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രചാരണമാക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് ക്യാമ്പ് എത്തുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കണമെന്ന കടുത്ത വിമർശനം കോൺഗ്രസ് ക്യാമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. അതായത് ആരോപണങ്ങൾ വസ്തുതാപരമല്ല എന്ന്, അല്ലെങ്കിൽ ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ല എന്ന് തെളിയിക്കാത്തിടത്തോളം കാലം ആ പദവിയിൽ തുടരാൻ, പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ തുടരാൻ പിണറായി വിജയന് അധികാരമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന് അർഹതയില്ല എന്നൊരു നിലപാടിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രചാരണം ശക്തമാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് ക്യാമ്പ് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ED നടത്തുന്നത് പകപോക്കൽ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് അതിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള ഒരു തീരുമാനം CPM ആരംഭിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗങ്ങൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസും ആ ആയുധം സജീവമായി ഉപയോഗിക്കാൻ ഒരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആദ്യമായി പരസ്യമായി തള്ളി പിണറായി വിജയൻ. AN ഷംസീറിനെ കുറിച്ചുള്ള വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിനാണ് മറുപടി. വെള്ളാപ്പള്ളിയുടേത് തീർത്തും അസംബന്ധമായ പ്രസ്താവനയാണെന്നും അവജ്ഞയോടെ അത് തള്ളിക്കളയുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. തീർത്തും അസംബന്ധമായ പ്രസ്താവനയാണ്. CPMലെ ഒരു നേതാവും കുറുക്കുവഴികളിലൂടെ നേതാവായി മാറുന്നതല്ല. നിരവധി കാലത്തെ പ്രവർത്തനങ്ങളിലൂടെയാണ്
ഏതൊരാളും അതിൻ്റെ അംഗീകാരം എന്ന നിലക്ക് നേതാവായി മാറുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നടത്തുന്നത് അവജ്ഞാപൂർവം പാർട്ടി തള്ളിക്കളയുന്നതുമാണ്. വെള്ളാപ്പള്ളി നടേശൻ തള്ളി CPM-ഉം രംഗത്ത് വന്നു. AN ഷംസീർ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ അല്ല എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. ആ നിലപാടിനോട് അതിശക്തമായ എതിർപ്പാണുള്ളത്. വെള്ളാപ്പള്ളി നടേശന്റെ തെറ്റായ നിലപാടാണ്, തങ്ങൾ അംഗീകരിക്കുന്ന നിലപാടല്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. AN ഷംസീറിന് ലീഗിന്റെ മനസ്സെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം. അതെ, ഷംസീർ ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനല്ലല്ലോ. അതിനൊന്നുള്ള അവകാശം ആരും CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള മുൻ സ്പീക്കറായിട്ടുള്ള കുറേ കാലം നമ്മുടെ MLA ആയിട്ടുള്ള ഒരു സഖാവിനെ ആ തരത്തിലുള്ള ഒരു പ്രയോഗത്തിലൂടെ വിശകലനം ചെയ്യുന്ന രീതിയോട് CPM-ന് യോജിപ്പില്ല. അതിശക്തിയായിട്ടുള്ള എതിർപ്പാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അത് ആര് പറഞ്ഞാലും നിലപാട് മാറ്റമല്ല, ഞങ്ങൾ കൃത്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് നിലപാട് മാറ്റമാണെന്ന് തോന്നുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും തെറ്റായ ഒരു നിലപാടിനെയും അംഗീകരിക്കും. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള, അതായത് ഷംസീർ ലീഗാണ്, ലീഗ് പറയും പോലെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയായ രീതിയിലുള്ള ഒരു നിലപാടേ അല്ല. ഞങ്ങൾ ആ നിലപാടിനോടൊപ്പം യോജിക്കുന്നില്ല. തെറ്റായ നിലപാടാണ്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എങ്ങനെയാണ് ലീഗ് എന്നുള്ള പ്രയോഗത്തിലൂടെ പിടിക്കാൻ പോകുന്നത് എന്നുള്ളത് അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടിനോട് യോജിക്കുന്നില്ല. പ്രതിപക്ഷ നേതൃ പദവിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പരസ്യമാക്കി പിണറായി വിജയൻ. സ്പീക്കർക്ക് കത്ത് നൽകുമ്പോൾ ഉപനേതാവ് വരും, അത് CPM നേതാവിന്റെ പേരായിരിക്കുമെന്നും പിണറായി അസന്നിഗ്ധമായി വ്യക്തമാക്കി. ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. LDF ഒന്നിച്ച് പോകുന്നതിനൊന്നും വിഷമമില്ല കേട്ടോ. LDF കഴിഞ്ഞ ദിവസം ആലോചിച്ചു, കാര്യങ്ങൾ ചർച്ച ചെയ്തു, അതിനൊന്നും ഒരു പ്രയാസമില്ല. ഇത് LDF-ന്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞതുപോലെ ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. ആ കത്ത് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ ബേജാറാവട്ടെ. അതൊക്കെ ബോധ്യപ്പെടും, ഒരു പ്രശ്നം. ബാക്കി പിന്നെ പറയും, കത്ത് ഞാനല്ലേ എഴുതി കൊടുക്കേണ്ടത്, കത്ത് കൊടുക്കും. അതിലൊരു സംശയമില്ല, CPM നേതാവിന്റെ പേരായിരിക്കും. ഒരു മാറ്റം ഉണ്ടാവും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ബോർഡംഗം A അജികുമാറിന് ജാമ്യം. എന്നാൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യാപേക്ഷ കോടതി തള്ളി. ആരോഗ്യാവസ്ഥ പരിഗണിച്ചാണ് അജികുമാറിന് ജാമ്യം നൽകിയത്. അതേസമയം മറ്റു ചില കേസുകളുള്ളതിനാൽ അജികുമാറിന് ജയിലിൽ തുടരേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ കേരളം. തീരുമാനം ഏകപക്ഷീയമെന്നും കേന്ദ്രത്തെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. MP-മാരുമായി ചർച്ച ചെയ്യാതെയാണ് റെയിൽവേയുടെ ഉത്തരവ് വന്നത്. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കും. 1100 കോടിയോളം രൂപയുടെ വരുമാന നഷ്ടം പാലക്കാട് ഡിവിഷന് ഉണ്ടാകും. സംസ്ഥാനത്തിന്റെ റെയിൽവേ ആവശ്യങ്ങൾക്കും ഭാവി വികസന സ്വപ്നങ്ങൾക്കും വലിയ തിരിച്ചടിയാകുന്ന ഉത്തരവിനെ കേരളം ഒറ്റക്കെട്ടായി എതിർക്കും. തീരുമാനത്തിനെതിരെ കേന്ദ്രത്തെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. റെയിൽവേ തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വ്യക്തമാക്കി. അത് വളരെ തെറ്റായ നടപടിയാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ കൂടി അത് പ്രതികൂലമായി ബാധിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും ശക്തമായി ഇടപെടണം. പാർലമെന്റിൽ MP-മാരും ശക്തമായി ഇടപെടുന്ന നിലയുണ്ടാകണം. നമ്മുടെ നാടിന് ഒന്നാകെ തന്നെ ഇതിൽ പ്രതിഷേധിക്കാനും പറ്റും. ഒക്ടോബർ 1 മുതൽ മാറ്റം പ്രാബല്യത്തിൽ വരും. അതോടെ മംഗലാപുരം സ്റ്റേഷൻ അടക്കം മൈസൂരു ഡിവിഷനിലേക്ക് പോകും. MP-മാരോട് പോലും കൂടിയാലോചിക്കാതെയാണ് പരിഷ്കാരം. പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി പ്രതിഷേധിക്കാനാണ് കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ തീരുമാനം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പാലക്കാട് ഡിവിഷനെ തന്നെ വെട്ടിമുറിച്ചുകൊണ്ട് നമ്മുടെ കിട്ടേണ്ട പ്രാധാന്യം എല്ലാം തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. കേരളത്തോടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് നമ്മളെല്ലാം പറയുന്ന പോലെ ചിറ്റമായെന്നല്ല, അതിന്റെ അപ്പുറത്ത് എന്തും പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറയാം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തിരുത്താൻ വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കാം. എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട്, കേരളത്തിലെ മുഴുവൻ ആളുകൾ ഒത്തുചേർന്നുകൊണ്ട്
നമ്മുടെ റെയിൽവേയുടെ അവഗണനയ്ക്കെതിരായിക്കൊണ്ടുള്ള പ്രതിഷേധം ഉയർത്തിയെടുക്കാൻ വേണ്ടി കഴിയണം. സതേൺ റെയിൽവേയിൽ നിന്ന് മാറി സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഭാഗമായിരിക്കും ഇനി മംഗലാപുരം മേഖല. പാലക്കാട് റെയിൽവേ ഡിവിഷന് വലിയ വരുമാനമുള്ള പനമ്പൂർ സ്റ്റേഷൻ അടക്കം മൈസൂർ ഡിവിഷനിലേക്ക് മാറും. മംഗലാപുരം തുറമുഖത്തു നിന്നുള്ള കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന സ്റ്റേഷനാണ് പനമ്പൂർ. മംഗലാപുരം തുറമുഖത്തു നിന്നുള്ള ചരക്ക് നീക്കത്തിന്റെയും മംഗലാപുരം സെൻട്രൽ ജംഗ്ഷൻ തുടങ്ങിയ സ്റ്റേഷനുകളിൽ നിന്നുള്ള വരുമാനവും നിലയ്ക്കുന്നതോടെ പാലക്കാട് ഡിവിഷൻ സാമ്പത്തികമായി വരുമാനം കുറവുള്ള ഡിവിഷനുകളിലൊന്നായി മാറും. ഇത് മലബാറിന്റെ റെയിൽവേ ആവശ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പേരുമാറ്റം സംബന്ധിച്ച് ഇതുവരെ ഒരു സംസ്ഥാനത്തിനും കേന്ദ്ര സർക്കാർ നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ലെന്ന് KMRL. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം നഗരങ്ങളിൽ മെട്രോ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കായി ഒറ്റ മെട്രോ റെയിൽ കമ്പനി മാത്രമായിരിക്കണമെന്നത് കേന്ദ്ര മാർഗനിർദ്ദേശമാണ്. കേരളത്തിൽ മറ്റ് പദ്ധതികൾ കൂടി വരുന്നത് പരിഗണിച്ചാണ് പേരിൽ മാത്രം മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്തത്. അത് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം സംസ്ഥാന സർക്കാരിനാണെന്നും KMRL വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം വിവാദമായ ഒരു സാഹചര്യത്തിൽ, അത്തരം ഒരു നിർദ്ദേശം വിവാദമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ KMRL അധികൃതർ തന്നെ ഇതിനൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ കൊച്ചി മെട്രോയുടെ പേര് മാറ്റുന്ന ഒരു പദ്ധതി, അത് തൽക്കാലം അങ്ങനെയൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റേതായിട്ട് ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ രീതിയിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് KMRL വ്യക്തമാക്കുന്നത്. അതായത് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് KMRL കൊച്ചി മെട്രോയുടെ പേര് മാറ്റാനായി KMRL ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് വെച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുന്നു. എന്നാൽ അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അതായത് ഒരു സംസ്ഥാനത്ത് അവിടെയുള്ള മെട്രോ മറ്റ് പദ്ധതികൾ, കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുകയാണ്, കൂടുതൽ മെട്രോകൾ നടപ്പാക്കുകയാണെങ്കിൽ അതിന് ഒരു പൊതുവായ പേര് സ്വീകരിക്കുക എന്നതടക്കമുള്ള നിർദ്ദേശമുണ്ട്. അത് മാർഗനിർദ്ദേശമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലുള്ള ഏത് തീരുമാനവും സംസ്ഥാന സർക്കാരിൻ്റെ നടപടികൾക്ക്, തീരുമാനങ്ങൾക്ക് അനുസൃതമായിരിക്കും എന്നതാണ് വിവക്ഷിക്കുന്നത്. അതായത് ഇവിടെ ഒരു അപേക്ഷ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം സമർപ്പിച്ചിട്ടില്ല എന്നും ഇപ്പോൾ വന്നിരിക്കുന്ന ഗൈഡ് ലൈൻ അനുസരിച്ചുകൊണ്ട് മാത്രമാണെന്ന്, മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മാത്രം KMRL ഇങ്ങനെയൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ പൂർണ്ണ അധികാരം, തീരുമാനമെടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് മാത്രമാണ്. അതിൽ സംസ്ഥാന സർക്കാർ എന്ത് തീരുമാനിക്കുന്നോ അത് തന്നെയായിരിക്കും KMRLന്റെ തീരുമാനമെന്നും വ്യക്തമാക്കുന്നു. നിലവിൽ ഇപ്പോൾ പേരുമാറ്റം സംബന്ധിച്ച ഒരു ചർച്ചയിലേക്കോ അതുമായി ബന്ധപ്പെട്ട് ഒരു മുന്നോട്ട് പോക്കിനോ KMRL ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ KMRL വ്യക്തമാക്കുന്നത്. അതായത് കൊച്ചി മെട്രോ എന്ന പേരിന് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. തൽക്കാലം മറ്റ് ആലോചനകളില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയൊരു നിർദ്ദേശം KMRL സ്വമേധയാ തന്നെ മുന്നോട്ട് സംസ്ഥാന സർക്കാരിന് വയ്ക്കുമ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പ് അതിൽ ഉയർന്നിരുന്നു. ഹൈബി ഈഡൻ MP, മുൻ MP പ്രൊഫസർ KV തോമസ് അടക്കം പരസ്യമായിട്ട് ഇതിനെതിരെ രംഗത്ത് വരികയും അങ്ങനെ ഒരു നിർദ്ദേശത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നീരസം തന്നെയാണ് പ്രകടിപ്പിച്ചത്. ഇങ്ങനെയൊരു കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് അറിയില്ല, പിന്നെ അതിന് അഭിപ്രായം ചോദിച്ചിട്ട് എന്ത് എന്ന രീതിയിലാണ് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു നീക്കത്തോട് സംസ്ഥാനത്തിന് തന്നെ പൂർണ്ണ വിയോജിപ്പാണ് ഉള്ളതെന്ന് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ തന്നെ മറുപടി. ഏതായാലും ആ നീക്കം തുടക്കത്തിലെ തന്നെ മെല്ലെപ്പോക്കിലേക്ക് ആകുന്ന അല്ലെങ്കിൽ തടയിടപ്പെടുകയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും KMRL വലിയ രീതിയിലുള്ള പദ്ധതികൾ സംസ്ഥാനത്ത് ഏറ്റെടുക്കുന്നുണ്ട്. കൊച്ചി വാട്ടർ മെട്രോ അടക്കം അത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വിവിധയിടങ്ങളിൽ മറ്റ് കൺസ്ട്രക്ഷൻ വർക്കുകൾ, അതായത് നിർമ്മാണ പ്രവൃത്തികൾ അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. കൂടുതലിടങ്ങളിലേക്ക് മെട്രോ കോഴിക്കോട്, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം എന്നിടങ്ങളിൽ സാധ്യതാ പഠനങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് തങ്ങൾ ഈ പേര് മാറ്റ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നതാണ് KMRLന്റെ ഒരു വിശദീകരണം. എന്തായാലും KMRL തന്നെ വ്യക്തമാക്കുന്നു കൊച്ചി മെട്രോ എന്ന പേരിൽ തൽക്കാലം അത് മാറ്റുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന്. മലപ്പുറം തിരൂർ പുഴയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ മരിച്ച ഫൗസിയയുടെ ഭർത്താവ് ഹുസൈൻ പോലീസ് കസ്റ്റഡിയിൽ. തിരൂർ പൂക്കയിൽ വെച്ച് ബസ്സിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് മീൻ വാരാനാണെന്ന് പറഞ്ഞ് ഫൗസിയെ ഹുസൈൻ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയത്. ഇവർ തമ്മിൽ നേരത്തെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫൗസിയയുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയ പാടുകൾ ഉണ്ടായിരുന്നു. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ സംഭവത്തിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ?
രഞ്ജിത്ത്, ഈ ഫൗസിയയുടെ ഭർത്താവ് ഹുസൈനെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം, ഇവർ തമ്മിൽ കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു, എപ്പോഴും വഴക്കുണ്ടായിരുന്നു. അന്നേ ദിവസം വ്യാഴാഴ്ച രാവിലെ ചാകര വന്നിട്ടുണ്ട്, മത്സ്യം ധാരാളം ലഭിച്ചിട്ടുണ്ട്, അതിനെ വാരണമെന്ന് പറഞ്ഞ് പുലർച്ചെ വീട്ടിൽ നിന്നും ഫൗസിയെ വിളിച്ചുകൊണ്ടുപോയതാണ്. ബുധനാഴ്ച പകൽ ഇവർ തമ്മിൽ തർക്കവും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. തുടർന്ന് ഇവരെ ബോട്ടിൽ വെച്ച് കഴുത്തിൽ കയർ മുറുക്കി വലിഞ്ഞു കെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഇയാൾ ഒരു കയറിൽ ഈ മൃതദേഹം ചാക്കിലാക്കി കയറിൽ കെട്ടി ബോട്ടിന്റെ നങ്കൂരത്തിലേക്ക് കെട്ടിയാണ് വെള്ളത്തിലേക്ക് ഇട്ടത്. പക്ഷെ ഈ കയറിന്റെ ഒരറ്റം മറ്റൊരു ബോട്ടിലുണ്ടായിരുന്നു. തുടർന്ന് ആ ബോട്ട് എടുത്തപ്പോൾ ഇത് പൊന്തി വരികയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു മൃതദേഹം പുറത്ത് വെള്ളത്തിന് മുകളിലേക്ക് വന്നതും തുടർന്ന് ഇത് പുറത്തിറങ്ങിയതും. എന്നാണെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഹുസൈനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഫൗസിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളും പുരോഗമിക്കുകയാണ്. ഫൗസിയെ ഹുസൈൻ കൊന്നതാകാം എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ഇതുവരെയും ലഭിക്കുന്ന വിശദീകരണം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ശരി അനുമോദ്. നെഹ്റു ട്രോഫി ജലമേള അതിൻ്റെ ആവേശ പോരാട്ടം ഏതാനും നിമിഷങ്ങൾക്കകം. എഴുപത്തിരണ്ടാമത് നെഹ്റു ട്രോഫി വള്ളം കളിക്കായി പുന്നമടക്കായൽ ഒരുങ്ങി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജലോത്സവം അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ 6 ഹീറ്റ്സുകളാണ് ഉള്ളത്. ആദ്യ 4 ഹീറ്റ്സിൽ 4 വീതവും 5-6 ഹീറ്റ്സുകളിൽ 3 വീതവും വള്ളങ്ങൾ മത്സരിക്കും. ശരണ്യ സ്നേഹജനും ഒപ്പം എൽദോപോളും അവിടെ പുന്നമടക്കായലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവേശം പങ്കുവെക്കാനായി ചേരുന്നുണ്ട്. ആവേശ കാഴ്ചകൾ അതിൻ്റെ പാരമ്യത്തിലാണ് ഇപ്പോഴെന്ന് മനസ്സിലാകുന്നു. വലിയ ജനപങ്കാളിത്തമുണ്ട്. ആലപ്പുഴ ജില്ലയിലാകെ അവധിയാണ്. ആവേശം ഈ പറഞ്ഞ വള്ളംകളി പ്രേമികളുടെ ആവേശം എത്രത്തോളം ഉണ്ട് ഇത്തവണ? വലിയ ആവേശത്തിൽ തന്നെയാണ് ആലപ്പുഴ. കാരണം ഓണം അടുത്തിരിക്കുന്നു. തൊട്ടടുത്ത് അതിന് തൊട്ടോട് ചേർന്ന് തന്നെ വള്ളംകളി കൂടി വന്നതോടെ വലിയ ആവേശത്തിലാണ് പുന്നമട എന്ന് തന്നെ പറയാം. സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ ഇന്ന് ഈ ജലമേള കാണുന്നതിനായി എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ഗാലറികളിലെ ആവേശം കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ആളുകൾ കാത്തിരിക്കുകയാണ് ജലമാമാങ്കത്തിന് എന്നുള്ളതാണ്. കൃത്യം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ ഉദ്ഘാടന സെഷൻ ആരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രിയാണ് ഇത്തവണ ജലമേള ഉദ്ഘാടനം ചെയ്യുക. കർണാടക മുഖ്യമന്ത്രി ശിവകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യ അതിഥിയായി വലിയ ഒരു സന്തോഷവും ആവേശവും ഒക്കെ ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും 21 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് നിരക്കുക. നമ്മൾ പുന്നമടക്കായൽ തൊട്ടടുത്തായി കാണുന്നത് നെഹ്റു പവലിയനാണ്. അതിന് മുന്നിലായി അല്പസമയത്തിനകം തന്നെ ആവേശം നിറച്ചുകൊണ്ട് ഗാലറികളിൽ ആവേശം നിറച്ചുകൊണ്ട് ഇപ്പോൾ ചുണ്ടൻ വള്ളങ്ങൾ ഇവിടേക്ക് എത്തും. ഇരുട്ടുകുത്തി വിഭാഗത്തിലെ വള്ളങ്ങളുടെ മത്സരമാണ് ആദ്യം നടന്നിരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജലമേളയിലെ ഏറ്റവും ആവേശകരമായ മത്സരം എന്ന് പറയുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ്. ആദ്യത്തെ ഹീറ്റ്സ് മുതൽ ആവേശം നിറയ്ക്കുന്ന മത്സരമായിരിക്കും. കാരണം കഴിഞ്ഞ തവണ 1ാം സ്ഥാനത്തേക്ക് എത്തിയ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി ഉൾപ്പെടെ ആദ്യത്തെ ഹീറ്റ്സിൽ തന്നെ കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആവേശം വളരെയധികമായിരിക്കും. അല്പസമയം കഴിയുമ്പോൾ ഈ വള്ളങ്ങളൊക്കെ ഇവിടെ എത്തിത്തുടങ്ങും. ഓരോ വള്ളങ്ങളും ട്രാക്ക് എൻട്രി നടത്തുന്നത് തന്നെ വലിയ രസമുള്ള കാഴ്ചയാണ്. ഒരുപക്ഷെ കുട്ടനാട്ടുകാരല്ലാത്ത ആളുകളുമൊക്കെ ഈ രീതിയിൽ ഇവിടേക്ക് പലയിടങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്താ പറയുക, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ നേരത്തെ തന്നെ എത്തി. കാരണം ഇത്തവണ വള്ളംകളി അങ്ങനെ മാറ്റിവെക്കുകയോ അങ്ങനത്തെ സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെ നിന്ന് എത്തിയതാ? എവിടെ നിന്ന് എത്തിയത്? എവിടെ നിന്നാ വരുന്നേ? മേൽപ്പാടം വിയോരം പഞ്ചായത്ത് വിയോരം പഞ്ചായത്ത് മേപ്പാടം ചുണ്ടൻ ഞങ്ങളുടേതാ. ജയിക്കണം. മേപ്പാടം ചുണ്ടൻ ജയിക്കണം. മേപ്പാടത്താരിത് ഇത് കോട്ടയം കുമരാങ്കാരനാ ആർപ്പക്കര ചുണ്ടൻ. ഞങ്ങൾ ഇമ്മാനുവൽ വാട്ടർപോൾ കളിക്കുന്നു. വ്യത്യസ്ത ആൾക്കാരെല്ലാം ഇവിടെ അതല്ല, ഇത് വിയോരം. ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻ വിയോരം. 2 ട്രോഫി എടുത്താണ്. 5 വർഷത്തിനുള്ളിൽ 4 ഫൈനൽ കളിച്ചു. 2 പ്രാവശ്യം ട്രോഫി എടുത്തു. ഒരെണ്ണം ഹൈക്കോടതി കേസായിട്ടിരിക്കുകയാണ്. ഇന്നും ഇവിടെയും വിയോരമേ ജയിക്കൂ.
പരിശീലന സമയത്ത് നല്ല ടൈമിംഗ് ആയിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതെ ഏറ്റവും കുറഞ്ഞ ടൈം എടുത്തിരിക്കുന്നത് ബിയോരം ചൂണ്ടനാണ്. തീർച്ചയായിട്ടും ബിയോരം. നിങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ്. പക്ഷെ പല ടീമുകളാണ്. ശത്രുക്കളാണ് ഞങ്ങൾ വരുമ്പോ വീട്ടിൽ വരുമ്പോ ഞങ്ങൾ എല്ലാവരും സഹോദരങ്ങളാണ്. ഇവിടെ ശത്രുക്കളാണ് നിങ്ങൾ. ശത്രുക്കളാ. വള്ളംകളി കഴിയുമ്പോ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. വെള്ളം കടന്നു വരുന്നതിന്റെ ഒരു ആവേശമാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ആ ഗ്യാലറികളുടെ ഒരു ഇരമ്പൽ നമുക്ക് കേൾക്കാം. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വെള്ളം കടന്നു വരുന്നതിന്റെ ഒരു എത്രമാത്രം ആവേശത്തോടെയാണ് ആളുകൾ അതിനെ സ്വീകരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫിനിഷിംഗ് ലൈനിലേക്ക് ഇരുട്ടുകുത്തി വള്ളം ഇപ്പോൾ ഫിനിഷിംഗ് ലൈൻ ടച്ച് ചെയ്തിരിക്കുന്നു. അതിന്റെ ഒരു ആവേശമാണ്. അങ്ങനെ ഓരോ വള്ളങ്ങളെയും ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആവേശകരമായ മത്സരം നടക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെയാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഒരു വള്ളം കടന്നു വന്നപ്പോൾ തന്നെ എത്രമാത്രം ഒരു ഇരമ്പലാണ് ഈ ഗാലറിയിൽ കേൾക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അത്ര രസകരമായി തന്നെയാണ് ഈ മത്സരത്തെ എല്ലാവരും നോക്കി കാണുന്നത് എന്നുള്ളതാണ്. രഞ്ജിത്ത് ആലപ്പുഴക്കാരനായതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. ഹൃദയത്തുടിപ്പായാണ് നമ്മളിപ്പോ കണ്ടവർ തന്നെ എല്ലാവരും ഒരേ ഇടങ്ങളിൽ നിന്ന് വരുന്നവരാണ്. പക്ഷേ സുഹൃത്തുക്കളാണ്. അവർക്ക് എല്ലാം വ്യത്യസ്ത ക്ലബും വ്യത്യസ്ത വള്ളങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് മത്സരം പോകുന്നത്. ഇവിടെ പ്രായമുള്ളവർ അങ്ങനെയാണെങ്കിൽ ചെറുപ്പക്കാർ ഇതിനെ ഒരു ആഘോഷമാക്കി മാറ്റുന്നു. ശരിയാണ്, വള്ളംകളി എന്ന് പറയുന്നത് ഒത്തൊരുമയുടെയും കായികമായി ഉള്ള ഒരു സംയോജനത്തിന്റെയും ഒക്കെ മത്സരമാണ്. 2000-ലധികം പേർ ഈ മത്സരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ഇനം കൂടിയാണ് അത്. ആ ഒരു മത്സര കാഴ്ചകളിലേക്ക്, ആവേശ കാഴ്ചകളിലേക്ക് ആണ് പുന്നമട കടന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മാസ് ഡ്രിൽ ആരംഭിക്കും. ഈ മത്സരക്രമവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? നമുക്കറിയാം 22 ചുണ്ടൻ വള്ളങ്ങളാണ് ഈ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. ആവേശകരമായ മത്സരങ്ങൾക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. എത്ര മണിയോടുകൂടി കൃത്യമായി ആരംഭിക്കും? ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരിക. രഞ്ജിത്ത്, ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ഏകദേശം 2:30-3 മണിയോട് അടുത്ത് ആരംഭിക്കുമെന്നുള്ളതാണ്. മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേഗത്തിലായിരിക്കും. ആദ്യത്തെ ഹീറ്റ്സ് 4 ട്രാക്കുകളിലായാണ് ആദ്യത്തെ ഹീറ്റ്സിൽ വള്ളങ്ങളുള്ളത്. മൊത്തം 5 ഹീറ്റ്സുകളാണ് ഇത്തവണ ഉള്ളത്. അതിൽ തന്നെ 2 ഹീറ്റ്സുകളിൽ ഒരു ട്രാക്കുകളിൽ 3 ട്രാക്കുകൾ വീതം വള്ളങ്ങളുള്ളത്. ബാക്കി എല്ലാത്തിലും 4 എണ്ണം വെച്ചുണ്ട്. നമുക്കറിയാം മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഹീറ്റ്സിൽ മത്സരിച്ച് വിജയിച്ചു എന്നുള്ളതല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് ഏറ്റവും നല്ല ടൈമിങ്ങിൽ വരുന്ന 21 വള്ളങ്ങളിൽ ഏറ്റവും നല്ല ടൈമിങ്ങിൽ വരുന്ന 4 വള്ളങ്ങളായിരിക്കും മത്സരത്തിന്റെ ഫൈനൽ കടക്കുക എന്നുള്ളതാണ്. ആ ടൈമിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 4.something ആണ് ആ ടൈമിംഗ്. അത് ഇവിടെ പരിശീലന സമയത്ത് തന്നെ ആ 4 മിനിറ്റ് 30 സെക്കൻഡിനടുത്തൊക്കെയുള്ള സമയം പല വള്ളങ്ങളും 37 സെക്കൻഡൊക്കെ പല വള്ളങ്ങളും ആ ഒരു രീതിയിലൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മത്സരം എന്ന് പറയുന്നത് തീപാറുന്നതായിരിക്കും. ഒന്നാമത്തെ ഹീറ്റ്സിൽ ഉള്ള വള്ളം തന്നെ നമുക്ക് പറയാം. നിലവിലെ ചാമ്പ്യന്മാർ അവരെ മത്സരിക്കുന്നു. തലവടിച്ചുള്ളിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് മത്സരിക്കുന്ന വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് കഴിഞ്ഞ തവണ നെഹ്റു ട്രോഫി ഉയർത്തിയത്. അവിടെ തന്നെ അന്നും നമുക്ക് പറയാം കഴിഞ്ഞതിന്റെ മുമ്പ് വർഷം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുമായി മൈക്രോ സെക്കൻഡുകളിലെ 1005 മൈക്രോ സെക്കൻഡുകളിലെ ഇതിലാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബിന് അവരുടെ ട്രോഫി നഷ്ടപ്പെട്ടത്. ജയിച്ചെന്ന് കരുതിയിരുന്നാണ് ആ കപ്പ് പോയത്. എന്നാൽ 2025 അവരത് തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. അതൊരു കണ്ണീരോടെയുള്ള ഒരു വിജയാഹ്ലാദമായിരുന്നു. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. 1952 മുതലുള്ള നെഹ്റു ട്രോഫിക്ക് നടുഭാഗം ചുണ്ടൻ, അന്ന് തൊട്ടേ പാരമ്പര്യം പേറുന്ന നടുഭാഗം ഉൾപ്പെടെയുള്ള ചുണ്ടനുകൾ മത്സരിക്കുന്നു. ജലരാജാവ് എന്നറിയപ്പെടുന്ന കാരിച്ചാൽ, ഒരുപക്ഷെ ഇവരെ കാരിച്ചാലും ഒക്കെ അവരൊക്കെ അവരുടെ ചരിത്രങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി ആണെങ്കിലും പള്ളാത്തുരുത്തി ആണെങ്കിലും 40 വർഷങ്ങൾക്ക് മേൽ ഉള്ള കൈനഗിരിയിൽ തന്നെ 3-4 ക്ലബ്ബുകൾ ഈ മത്സരത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ പള്ളാത്തുരുത്തി രണ്ട് വള്ളങ്ങൾ ഇറക്കുന്നു. ഇതിൽ ഏറ്റവും വ്യത്യസ്തമായി നമുക്ക് തോന്നിയതെന്ന് പറയുന്നത് വനിതകൾ ക്യാപ്റ്റനായിട്ടുള്ള ബോട്ട് വള്ളം ഇത്തവണ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ലീഡിംഗ് ക്യാപ്റ്റനും അതോടൊപ്പം തന്നെ വള്ളത്തിന്റെ ക്യാപ്റ്റനും ഒപ്പം അവര് വരുന്ന 2 പേരും വനിതകൾ. അങ്ങനെ എനിക്കൊന്ന് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ വനിതകൾ ക്യാപ്റ്റന്മാരെ എത്തുന്നത്. ആ പ്രത്യേകത കൂടി ഇത്തവണത്തെ നെഹ്റു ട്രോഫിക്കുണ്ട്. ഓണമാണ്, ആഘോഷമാണ്, അതോടൊപ്പം വള്ളംകളിയാണ്. മൊത്തത്തിൽ ആരവത്തിലാണ് പുന്നമടയും പരിസര പ്രദേശങ്ങളും ആലപ്പുഴയും. തീർച്ചയായും അതാണ്. പുന്നമടയും പരിസര പ്രദേശങ്ങളും വലിയ ആവേശത്തിലും ആഘോഷത്തിലും ആഹ്ലാദത്തിലും തിമിർപ്പിലുമാണ്.
വള്ളം കളിയുടെ അതിൻ്റെ പരമോന്നത ലഹരിയിലാണ് പുന്നമടക്കായലും പരിസര പ്രദേശവും എന്ന് വേണം മനസ്സിലാക്കാൻ. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഓണവിശേഷങ്ങളിലേക്ക് പോകും. അമ്മമാരെ ചേർത്തണച്ചും സ്നേഹം നിറച്ചും ഓണസദ്യ വിളമ്പി ഓണക്കോടി സമ്മാനിച്ച് IAS IPS ദമ്പതികൾ. അനാഥരെന്ന് നാളുകളായി സ്വയം പറഞ്ഞവർക്കൊപ്പം ഒരു പകൽ നേരം കുടുംബസമേതം കൂട്ടുചേർന്ന് അവർ സ്നേഹം പങ്കിട്ടു. KSEB ചെയർമാൻ MG രാജമാണിക്യവും ഭാര്യയും ഇന്റലിജൻസ് IG-യുമായ R നിശാന്തിനിയുമാണ് തിരുവനന്തപുരം അമ്മ കെയർ ഹോമിലെ അമ്മമാർക്ക് ഓണാഘോഷത്തിന്റെ ഭാഗമായി കരുതലൊരുക്കിയത്. ഒരുപാടോണം ഉറ്റവർക്കൊപ്പം ഒരുമിച്ചുണ്ട് മക്കൾക്ക് വിളമ്പി ഒടുവിൽ ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടു പോയവർ. ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പകച്ചുപോയവർക്ക് മുന്നിൽ സ്നേഹത്തലോടലായി MG രാജമാണിക്യത്തിന്റെയും കുടുംബത്തിന്റെയും കരുതലും ചേർത്തണയ്ക്കലും. ഓണം ഓർത്തെടുക്കാൻ നിറയെ നന്മയുള്ള നാളുകളെന്ന് ഡോക്ടർ MG രാജമാണിക്യം. ഒരുപാട് ഓണസദ്യ ഒരുക്കിയതിന് പരിശ്രമിച്ചവരും ഒരുപാട് ആളുകൾക്ക് വിളമ്പിയവരും ഉൾപ്പെടുന്ന അമ്മമാരാണ് മുന്നിലുള്ളതെന്നായിരുന്നു ഇന്റലിജൻസ് IG കൂടിയായ R നിശാന്തിനിയുടെ പ്രതികരണം. ഓണക്കോടി കൈമാറി സ്നേഹപ്പുതപ്പണിയിച്ച് ഇരുവരും അമ്മമാരുടെ വാത്സല്യനിധികളായി. ചാനൽ ക്യാമറാമാൻമാരുടെ തിരുവനന്തപുരത്തെ സ്നേഹക്കൂട്ടായ്മ അമ്മ കെയർ ഹോമിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് IAS IPS ദമ്പതികൾ തിരക്കിനെല്ലാം അവധി നൽകി ഓണാഘോഷങ്ങളുടെ ഭാഗമായത്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള വിഷൻ തൃശൂർ പുതുക്കാട് ഓഫീസിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. ജിയോ സ്റ്റാർ TV ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് പീയൂഷ് ഗോയൽ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ചെയർമാൻ PP സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ അനിൽ മംഗലത്ത്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പത്മകുമാർ N, CEO ജനറൽ സെക്രട്ടറി സുരേഷ് PB എന്നിവരും പങ്കെടുത്തു. ആഘോഷത്തോട് അനുബന്ധിച്ച് മെഗാ തിരുവാതിരയും സംഘടിപ്പിച്ചു. അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ട വെല്ലുവിളികൾ എങ്ങനെ മറികടന്ന് നമ്മൾ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവർക്കും പറയാനുണ്ടായിരിക്കുക. പക്ഷെ നമുക്കറിയാം, ഒരു മിഷ്യനെ പോലെ നമ്മൾ 365 ദിവസം വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് കേബിൾ TV അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ വരാൻ പോകുന്ന നമ്മുടെ മറ്റു സാങ്കേതിക വിദ്യകളെല്ലാം ആയാലും. തീർച്ചയായിട്ടും ഇൻ്റർനെറ്റ് ഇല്ലാതെ ഒരു നിമിഷം പോലും ഇന്ന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരം കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഇവിടെ 6000-ഓളം വരുന്ന ഓപ്പറേറ്റർമാർ, 30 ലക്ഷമോ 40 ലക്ഷമോ വരുന്ന നമ്മുടെ ഉപഭോക്താക്കൾ, അവർക്കൊക്കെ കൃത്യമായ സർവീസ് എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ മെയിൻ ധാരയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇന്നിവിടെ ഈ ഓണാഘോഷത്തിൽ പങ്കുചേരുന്നത്. കേരള വിഷനിലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അത് കമ്പനിയുടെ ഓപ്പറേറ്റേഴ്സ്, മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്, നിങ്ങളെല്ലാവർക്കുമുള്ള ഒരു ക്വാളിറ്റിയാണ് അർപ്പണബോധം. അതാണ് മഹാബലി തരുന്ന ആദ്യ ക്വാളിറ്റി മഹാബലിയുടെ. അതിൽ കമ്പനി ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. നമ്മുടെ അർപ്പണബോധത്തിൻ്റെ ഫലമായി നമ്മൾ ഇന്ത്യയിലെ 4ാമത്തെ MSO ആയിട്ട് വളർന്നു. നമ്മൾ ഇന്ത്യയിലെ 6ാമത്തെ ISP ആയിട്ട് വളർന്നു. നമ്മൾ ഇന്ത്യയിലെ 5ാമത്തെ വയേർഡ് ബ്രോഡ്ബാൻഡ് പ്രൊവൈഡറായിട്ട് വളർന്നു. നമ്മുടെ കേരളത്തിൻ്റെ വലിയ വിഷൻ എന്ന് പറയുന്നതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വലിയ വിഷൻ ആയിക്കൊണ്ട് തന്നെ നമുക്കും ഈ ഓണത്തിൻ്റെ പ്രോഗ്രാമിലേക്ക് കടക്കാം. അതോടൊപ്പം ഇന്നിവിടെ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ അവാർഡ് സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള കുട്ടികളെല്ലാവരെയും കേരള വിഷന് വേണ്ടിയിട്ട് അഭിനന്ദിക്കുകയാണ്. ഓണക്കാലത്ത് പൂക്കൾക്ക് പൊതുവെ വില കൂടുതലാണ്. ഈ വില വർധനവാണ് മല്ലപ്പള്ളി കരിക്കാട്ടൂർ CCSM സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സന്തോഷമായത്. സ്വന്തമായ സ്കൂളിൽ കൃഷി ചെയ്ത ബന്ദിപ്പൂക്കൾക്ക് വലിയ വില ലഭിക്കുന്ന സന്തോഷത്തിലാണ് അധ്യാപകരും കുട്ടികളും. പഠനത്തോടൊപ്പം ബന്ദിപ്പൂ കൃഷിയിലും മികവ് തെളിയിച്ചിരിക്കുകയാണ് CCM ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിക്കാട്ടുള്ള വിദ്യാർത്ഥികൾ. എന്തായാലും വലിയ മികച്ച വിളവാണ് അവർ നടത്തിയ കൃഷിയിൽ ലഭിച്ചിരിക്കുന്നത്. കുട്ടികൾ നമ്മുടെ ഒപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു പൂക്കൃഷി തുടങ്ങിയത്?
കഴിഞ്ഞ വർഷം ഞങ്ങൾ കൃഷിയോടുള്ള ആഗ്രഹം പ്രിൻസിപ്പൽ സാറിനോടൊക്കെ പ്രകടിപ്പിച്ചപ്പോൾ ടീച്ചേഴ്സും എല്ലാവരും കൂടി ഞങ്ങൾക്ക് ഇത് ഒരുക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ഇതിൽ സജീവമായി സഹായിക്കാനും കൂടെ ചേരാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ധാരാളം കൃഷി രീതികളും അങ്ങനെയൊക്കെ പഠിച്ചു. പിന്നെ കൃഷിയിൽ 70 കിലോയോളം പൂ ഇപ്പൊ കിട്ടിയെന്നാ പറഞ്ഞത്, ശരിയാണ്? ശരിയാണ്. ഞങ്ങൾ കുറെ അധ്വാനിച്ച് ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ച് സാറും ടീച്ചറും കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞങ്ങളുടെ ബോട്ടണി ടീച്ചറാണ് ബിനി ടീച്ചർ. ടീച്ചർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറെ കാര്യങ്ങൾ കിട്ടുമെന്ന്. ആ വഴി ഞങ്ങൾ പഠിച്ച് പരിശീലിച്ച് കുറെ അധികം കിട്ടി ഞങ്ങൾക്ക്. സ്കൂളിലെ അധ്യാപകർ കൂടി നമ്മളോട് ചേരുകയാണ്. എന്തായാലും സ്കൂളിലെ പ്രിൻസിപ്പൽ നമ്മളിപ്പോൾ ചേരുന്നു. സാറേ, ഇത് കുഞ്ഞുങ്ങൾക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഓണക്കാലമാണ്, വിപണിയിൽ ഈ പൂര് വില കിട്ടുന്നുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് കൊണ്ടുവരാനുള്ള എങ്ങനെയാണ് പ്രധാനപ്പെട്ട തീരുമാനമെടുത്തത്? സാറേ, ഞങ്ങളുടെ ഈ CMI വിദ്യാഭ്യാസ സ്ഥാപനം എല്ലാം തന്നെ നമ്മൾ മാർക്കിനേക്കാൾ ഉപരി കുട്ടികളെ പ്രകൃതിയോട് ഇണങ്ങി നല്ല വ്യക്തിത്വമുള്ള കുട്ടികളായി വളർന്നു വരണം എന്ന് ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു ആഗ്രഹമുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ പൂക്കൃഷി ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷം സ്വല്പം താമസിച്ചു പോയി, അതുകൊണ്ട് ഏതാണ്ട് 22,000 രൂപകളെ നമുക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ വർഷം ജൂൺ 5-ന് തന്നെ നട്ടു, കുട്ടികൾ വളവിട്ടു. പ്രധാനമായും ജൈവവളങ്ങളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ കുട്ടികൾ ഒരു പ്രതീക്ഷിച്ച വിളവ് കിട്ടി. പിന്നെ ഒരു സ്ഥലത്തെ കുറച്ച് കേടുവന്നു എങ്കിലും ഞങ്ങൾ മണിമല കൃഷിഭവനുമായി ബന്ധപ്പെട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. കൃഷി രീതികൾ കുട്ടികളെ കൂടുതൽ പഠിപ്പിക്കാൻ ഇത്ര സംരംഭം ഇത് കഴിയുന്നുണ്ടല്ലേ? അതെ സാർ, ഇത് വിവിധ കൃഷി രീതികൾ എന്തൊക്കെയാണെന്ന് ഈ കുട്ടികൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ തന്നെ ഒരു സ്വന്തം ഗാർഡനിലേക്ക് കൊണ്ടുവന്ന് ഇന്ന രീതികളിലൂടെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇലകളുടെ മുകളിലൊരു ചെറിയ സുഷിരങ്ങളുണ്ട്. ഇതൊക്കെ ഇവർ അതിലൂടെയാണ് വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്നത്. അതൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴൊക്കെ അവർക്ക് അതെന്തിനാണെന്നൊക്കെ മനസ്സിലാകുകയും പിന്നെ 1-2 രോഗങ്ങളൊക്കെ നമ്മുടെ ഇതിനെ ബാധിച്ചായിരുന്നു. അതും ഞങ്ങൾക്കൊരു സാധ്യതയായിരുന്നു. ബന്ദി കൃഷിയെ ബാധിക്കാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതാണെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനും ആ ബാക്ടീരിയൽ വാട്ടം അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഉള്ള പ്രതിവിധി എന്ത്, ആ മരുന്ന് എന്ത് എന്നൊക്കെ കൃഷിഭവന്റെ സഹായത്തോടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും. മലപ്പുഴയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണാഘോഷത്തിന് തിരക്കിലാണ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും സ്ഥാപനങ്ങളിലുമെല്ലാം ആഘോഷം പൊടിപൊടിക്കുകയാണ്. നമ്മുടെ IT മേഖലയിൽ എങ്ങനെയാണ് ഓണാഘോഷ പരിപാടികൾ? എറണാകുളം ഇൻഫോ പാർക്കിലെ ഓണാഘോഷത്തിന്റെ കാഴ്ചകൾ അവർ തന്നെ പറയും. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണ്. ഓരോ മേഖലയിലും പെട്ടവർ അവരവരുടേതായ ഓണാഘോഷങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ടെക്കീസിൻ്റെ ഓണാഘോഷം കണ്ടാലോ? നമ്മുടെ കൂടെ ഇപ്പോൾ സാജൻ സാറുണ്ട്. അദ്ദേഹം സ്പൈഡർ ലൈൻ ടെക്നോളജീസ് എന്ന കമ്പനിയുടെ ഡയറക്ടറാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് കൂടുതൽ ഓണാവേശങ്ങൾ ഞങ്ങളുടെ ഓണ ആവേശമാണ് കേട്ടോ. ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് ആവേശം 2026 എന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് അദ്ദേഹത്തിൻ്റെ ഓണത്തിനെ പറ്റിയുള്ള ഓർമ്മകൾ എന്ന്? സാർ പ്ലീസ്. ഇതൊരു ആവേശം തന്നെയാണ് നമുക്ക്. നമ്മൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫുകളെ തന്നെ ആലോചിച്ച് നോക്കിയാൽ ഓരോ ദിവസവും ഓരോ പ്രഷറിലിരുന്ന് വർക്ക് തീർക്കണമെന്ന് പറയുന്നതിനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് നമ്മളിത് കണക്ക് ഒരു വലിയൊരു ഫംഗ്ഷൻ ഇപ്പം നമ്മൾ 3ാമത്തെ വർഷമാണ്. ഓരോ വർഷം വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഫംഗ്ഷൻ. അപ്പോൾ ഇതൊരു എല്ലാവർക്കും എന്ത് പറഞ്ഞാൽ ഒത്തൊരുമയുടെയും ഐശ്വര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കൂടെ ഒരു വലിയൊരു മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഞങ്ങളെ കണക്കുള്ളവരാണ് ഇത് മറ്റുള്ളവർക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടി പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതിനെയും വലുതാക്കും ഇനി അടുത്ത വർഷം. ഒരു കിളി പാടി
പ്രോഗ്രാമിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ നിർവഹിക്കുന്നു. തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. ആക്ച്വലി നമ്മൾ TBC ടെക്നോളജി ബിസിനസ് ഉണ്ട്, ഇൻഫോ പാർക്ക് TBC ആണ് ശരിക്കും ഈ ആവേശം 2026 കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് 2 ലേഡി ഓൺട്രപ്രണേഴ്സ് ആണുള്ളത്. ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു വലിയൊരു ആഘോഷമാണ്. സോ അത് നമ്മളിവിടെ ടെക്നോളജി ബിസിനസ് സെൻറ്ററിൽ നമ്മളുടെ രീതിയിൽ എല്ലാ വർഷവും തുടക്കം തൊട്ടിട്ട് എല്ലാവരും ഒത്തുചേർന്നിട്ട് എല്ലാ ഓൺട്രപ്രണേഴ്സും നമ്മളുടെ ഇവിടെ 80 കമ്പനിയോളം ഉണ്ട്. സോ എല്ലാ ഓൺട്രപ്രണേഴ്സും കൂടി ഒത്തുചേർന്ന് എല്ലാ സ്റ്റാഫും എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ്. അത് കലൂർ തൊട്ടിട്ട് ഇതുവരെ ഇത്രയും വലിയ രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റി. നമ്മളോട് ഇപ്പോൾ ഉള്ളത് രേഖയാണ്. GIS ആക്സിയോം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് രേഖ ഇൻഫോ പാർക്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. രേഖയോട് നമുക്ക് ഓണവിശേഷങ്ങൾ ചോദിച്ചറിയാം. കുട്ടിക്കാലത്തായിരുന്നപ്പോൾ ഇപ്പോൾ ധന്യ പറഞ്ഞതുപോലെ എല്ലാം ഫാമിലി ആയിട്ട് ചേർന്ന് എൻ്റെ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ ഒരേ കോമ്പൗണ്ടിൽ തന്നെ ഞങ്ങൾ 10-25 ആൾക്കാരുണ്ട്. കുട്ടികൾ തന്നെ 10-12 പേരുണ്ടാവും. എല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ച് ഒരു വീട്ടിലായിരിക്കും സദ്യ ഉണ്ടാക്കി പൂക്കളൊക്കെ ഇട്ട് കസേരകളി, അപ്പോൾ ഇങ്ങനെ ഒന്നിച്ചേർന്ന് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫാമിലിയായിട്ടൊരു ഓണം സെലിബ്രേഷൻ ഉണ്ട്. അതല്ലാണ്ട് ബിസിനസ് ഓണം സെലിബ്രേഷൻസ് ഉണ്ട്. ഇപ്പോൾ TBCയുടെ ഓണം സെലിബ്രേഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തം തൊട്ട് തിരുവോണം വരെ സെലിബ്രേഷൻസാണ്. ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഓണസദ്യ അല്ലേ? അപ്പം നമുക്ക് ടെക്കീസിനോട് ഓണസദ്യ അവരെ എങ്ങനെ എൻജോയ് ചെയ്തെന്ന് ചോദിച്ചറിയാം. ഓക്കെ, ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാ കതിർ ചൂടി വയലാകെ. ഇത് റോഷ് സാർ, ഇദ്ദേഹം ടർക്കി സോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി ഡയറക്ടറാണ്. അപ്പം അദ്ദേഹം ഓണസദ്യയൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ സാർ? എങ്ങനെയുണ്ട് സാർ ഓണസദ്യ? ഓണസദ്യ എല്ലാവരും കഴിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ഒന്ന് അറിയിക്കാൻ പറ്റാത്തതാണ്. നല്ല ഒന്നാന്തര സദ്യയാണ്. ഓക്കെ, ഇപ്പം എല്ലാവരും ഇൻഫോ പാർക്കിലെ ടെക്നോളജി ബിസിനസ് സെന്ററിൽ എല്ലാവരും കൂടെ ചേർന്ന് ഒരുക്കുന്ന ഈ സദ്യ വളരെ സന്തോഷമുണ്ട്. കഴിക്കാൻ എല്ലാവരുമായിട്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം കാണുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. എല്ലാവരും വലിയ ജോലി തിരക്കിലാണ് പോകുന്നത്. ഇത് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഇത് സദ്യ ആസ്വദിക്കുമ്പോൾ. സദ്യ ഇപ്പൊ കഴിച്ചു തുടങ്ങി. സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് പപ്പടമാണ് ഏറ്റവും ഇഷ്ടം. ഈ പപ്പടം കാളനൊക്കെ ഇഷ്ടം. പായസം ഇഷ്ടമല്ല? പാലട. ഏത് കമ്പനിയാ? ഞാൻ സോഫ്റ്റ് സ്പേസ്. പറയൂ, സദ്യക്ക് അടിപൊളിയാണ്. അടിപൊളി തേങ്ങാ ചമ്മന്തി സൂപ്പർ. ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നോ? എന്നാലും അടിപൊളിയല്ലേ? സൂപ്പർ സദ്യ, സൂപ്പർ. അപ്പൊ നമ്മൾ ഓണസദ്യ കഴിഞ്ഞല്ലേ? അപ്പൊ ഓണസദ്യ കഴിഞ്ഞാൽ എന്താണ് ജോസഫ്? അപ്പോൾ കൾച്ചറൽ പ്രോഗ്രാംസിൻ്റെ ഇൻചാർജ് എന്ന നിലയിൽ വർഷം കഴിഞ്ഞ ഉടനെ തന്നെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് വടംവലിയുണ്ട്. ആവേശകരമായ ആവേശം 2026 ഒരു വടംവലി നമ്മൾ ഇവിടെ അരങ്ങേറാൻ പോവുകയാണ്. ഇൻഫോ പാർക്ക് കമ്പനീസ്, ഓരോ കമ്പനികളാണ്, ഓരോ ടീംസ്. അദ്ദേഹം രാജേഷ് ദാദ്ര എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഓൺ ചെയ്യുന്നത്. ഇൻഫോ പാർക്കിൽ തന്നെയാണ്. ആക്ച്വലി ഈ പ്രാവശ്യത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഒരു AI ഓണം എന്ന് വേണം പറയാം നമുക്ക്. അപ്പം AI ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഫിനാൻസ് സൈഡ് നോക്കുമ്പോൾ AI വന്നതുകൊണ്ട് കമ്പനികളെല്ലാം ബെറ്റർ ആയിട്ടേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ AI എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നനുസരിച്ചിരിക്കും. AI നമ്മുടെ കമ്പനികളെയും കാര്യങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അല്ല AI എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു, AI യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റാഫിനെ, നമ്മുടെ ടീം അംഗങ്ങളെ എങ്ങനെ നമ്മൾ പ്രാപ്തരാക്കുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ AI എന്ന് പറയുന്നത് ഇന്ന് IT രംഗത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ്. ഇപ്പം നമ്മുടെ നിത്യജീവിതത്തിലേക്കും AI കടന്നു വരുമ്പം ടെക്കികൾക്ക് ഒരിക്കലും ഈ AI എന്ന് പറയുന്ന AI നമുക്ക് അവഗണിക്കാനോ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആവേശം 26നെ ആവേശമാക്കാനായിട്ട് നമുക്ക് ഒരു DJ മ്യൂസിക്കൽ
കൺസേർട്ട് എക്സ്പീരിയൻസ് ആണ് ഇനിയുള്ളത്. നയിക്കുന്നത് സയനോര ഫിലിപ്പാണ്. ഹോസ്റ്റഡ് ബൈ മീരാനിൽ. തിരശ്ശീല വീഴുകയാണ് ആവേശം 2026-ന്. അപ്പം ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഓണാഘോഷ പ്രോഗ്രാമിന് ആസ്വദിച്ച എല്ലാ ന്യൂസ് 18 പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ഓണാശംസകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്. ന്യൂസ് 18-ലൂടെ സുദേവ് നായർ തുറന്നടിച്ചതിന് പിന്നാലെ നിർമ്മാതാവ് അർജുൻ രവീന്ദ്രൻ രംഗത്ത്. വിടുവായുത്തം പറയുന്ന നടനെന്നാണ് വിമർശനം. സുദേവ് നായർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് നിർമ്മാതാവ് പറഞ്ഞു. അർജുൻ രവീന്ദ്രനെതിരായ സുദേവിന്റെ പരാമർശത്തിലേക്ക് ആദ്യം പോകാം. ഡബ്ബിങ്ങിൻ്റെ സമയത്തായാലും പേയ്മെൻറ്റ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ആസ് പെർ മൈ കോൺട്രാക്ട് ഐ സെഡ് ഇത് കിട്ടാണ്ട് ഞാൻ ഡബ് ചെയ്യാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസർ ഒന്ന് ആലോചിച്ച് നോക്കി. പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറയുന്നത് ഇമെയിൽ അയച്ചിരിക്കുന്നു ഇൻ റൈറ്റിംഗ്. Then since you are not available, we will dub with someone else whose voice closely matches yours. Okay. It's like a veiled threat. Thankfully, Shan director said, വഴിയേ ഇല്ല, അങ്ങനെ പോവാണെങ്കിൽ ഞാനത് കോപ്പറേറ്റ് ചെയ്യുന്ന പ്രശ്നമില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ലെറ്റ് ദാറ്റ് ഹാപ്പൻ പറഞ്ഞു. ഈവൻ സി ദ എക്സിക്യൂട്ടീവ് വാസ് വർക്കിംഗ്. ഹി ഓൾസോ സെഡ് അങ്ങനെ ഞാനല്ല സീലൻ ആരും അത് അലൗ ചെയ്യില്ല. ഇപ്പോൾ സുദേവിൻ്റെ പെർഫോമൻസും വോയിസും കാരണമാണ് ദ ഷോ ലുക്സ് ദ വേ ഇറ്റ് ഇസ്. അതിലിപ്പോൾ വോയിസ് 50% ഇസ് ദ പെർഫോമൻസ് ഓഫ് ദി ആക്ടർ. അത് തന്നെ നമ്മൾ ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ ബാക്കി എന്തെന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഹി ഹാഡ് ടു കൺസീഡ്. ബട്ട് എനിക്ക് എന്നാലും അമൗണ്ട് തന്നില്ല, പക്ഷേ കുറേ പ്രോമിസസ് ചെയ്തു. എനിക്കിപ്പോൾ ഇല്ല, ഞാൻ പിന്നെ തരാം, റിലീസിന് ശേഷം തരാം, ഇങ്ങനെ തരാം, അങ്ങനെ തരാം. എന്നിട്ട് അവസാനം ഫൈനൽ പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് കോൺട്രാക്റ്റിൽ മാറ്റി റിലീസിൻ്റെ 1 മന്തിന് ശേഷമുള്ള എന്തോ ഡേറ്റ് ഇട്ടിട്ട് അങ്ങനെ എന്നെ കൺവിൻസ് ചെയ്തു. പിന്നെ ഞാനും ബലം പിടിച്ചില്ല. ഞാൻ എന്തായാലും പ്രൊജക്റ്റിന് വേണ്ടി ഇറങ്ങിയത് പൈസയ്ക്ക് വേണ്ടിയല്ല. പ്രോജക്റ്റ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര ആൾക്കാർ ചെയ്ത്, അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് ഫിനിഷായി ഒന്ന് പുറത്ത് വരട്ടെ. അതാണ് മെയിൻ. നമ്മൾ എല്ലാവരും ആക്ച്വലി ആലോചിക്കണം അങ്ങനെയാണ് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. വെച്ചാൽ അതിൽ ഇൻവോൾവ് ആയിട്ട് എല്ലാവരും ആലോചിക്കണം പ്രൊജക്റ്റ് നിന്ന് വരട്ടെ, എൻ്റെ പേയ്മെൻറ്റ് ഞാൻ പിന്നെ നോക്കിക്കോളാം. പക്ഷേ ഇപ്പോൾ അതിൽ ഇങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ വന്നു ഹു ഹാസ് നോ കെയർ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോജക്റ്റ്. ഇപ്പോൾ എൻ്റെ വോയിസ് റീപ്ലേസ് ചെയ്തു വേറെ അയാളുടെ വോയിസ്. ക്വാളിറ്റി മോശം, അയാൾക്കും അതിൻ്റെ ബോധറേഷനില്ല. അതുപോലെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയണ ആക്ച്വലി ബഡ്ജറ്റ് ഓവർ ഷൂട്ടായി ബിക്കോസ് നമ്മുടെ DOP കുറേ സമയം എടുക്കുന്നു ലൈറ്റ് ചെയ്യാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് എൻ്റെ അടുത്ത് പയ്യന്മാരുണ്ട് വേറെ, നമുക്ക് അവർ പെട്ടെന്ന് ഇത് മൂവ് ഓൺ ചെയ്യും. പക്ഷേ പ്രകാശേട്ടനെ എന്നെ എടുക്കണമായിരുന്നു, ഷാനിന്. ഞാൻ വിചാരിക്കണ പുള്ളിക്ക് ഒന്നാമത് ബഡ്ജറ്റില്ല, റിസോഴ്സസ് 4 ആൾക്കാരുടെ ഒരു ടീമുള്ളൂ. ഈ 4 പേര് കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം. അവർ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് സമയമുണ്ട് റെസ്റ്റ് ചെയ്യാൻ, ഒരു ഗ്യാപ്പ്. ഇവർക്ക് ഗ്യാപ്പൊന്നുമില്ല. ഇവർ ഗ്യാപ്പില്ലാണ്ട് കണ്ടിന്യൂസ് ഇത്രയും കുറവ് ആൾക്കാർ റിസോഴ്സുകളിൽ വലിയ ലൈറ്റ് സ്റ്റാൻഡും ഹെവി ആയിട്ടുള്ള എക്വിപ്മെൻറ്റൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് അവരോട് ഗ്രാറ്റിറ്റ്യൂഡാണ് തോന്നുന്നത്. നിങ്ങൾ കാരണം ഫ്രെയിംസ് സിനിമാറ്റിക് ആയിട്ട് വരുന്നു, അതിന് സമയമെടുക്കും, ലൈറ്റപ്പ് ചെയ്യാൻ സമയമെടുക്കും. വലിയ ടീമുണ്ടെങ്കിലും കൂടി സമയമെടുക്കും. ഇത് 4 പേര് വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും സമയമെടുക്കും. അവർ സൊല്യൂഷനാണ് നിങ്ങൾ ഉണ്ടാക്കിയ പ്രോബ്ലത്തിന്. അതിനെ പ്രോബ്ലമായിട്ട് എൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യണം. എന്നിട്ട് ഹീസ് നോട്ട് റിയലൈസിങ്. അയാളുടെ വിചാരം അയാൾ എന്തോ ഒരു ഡയഗ്നോസിസ് ചെയ്ത് എനിക്ക് പ്രസൻറ്റ് ചെയ്താൽ ഞാൻ ഇംപ്രസ്സായി പോകുന്നത്. അത്ര അവയർനെസ്സേ ഉള്ളൂ. അത്ര അവയർനെസ്സും അത്ര കെയർ ഉള്ളൂ ഫൈനൽ പ്രൊഡക്റ്റിനെ കുറിച്ച്. ഹരി വിവരങ്ങളുമായി ചേരുന്നു. ഹരി, ഇത് വിവാഹത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് പരിചിതമാണ്. ഇതിപ്പോൾ എന്താണ് പ്രൊഡ്യൂസറുടെ മറുപടി ഇതുമായി ബന്ധപ്പെട്ട്?
രഞ്ജിത്ത്, നമുക്ക് സുദേവ് നായർ നൽകിയ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിലാണ് സുദേവ് ഈ കാര്യം തുറന്നടിക്കുന്നത്. നിർമ്മാതാവായ അർജുൻ രവീന്ദ്രൻ തനിക്ക് പറഞ്ഞ പൈസ തന്നിട്ടില്ല. കമ്മട്ടം എന്ന വെബ് സീരീസിൽ അഭിനയിച്ചതിൽ 60% പണം മാത്രമാണ് തന്നത്. 40% വേണ്ടിയിട്ട് പിന്നാലെ ചോദിച്ചതിന് ശേഷം ഡബ്ബിങ്ങും കഴിഞ്ഞ് പ്രൊമോഷൻ ഇവന്റ്സും കഴിഞ്ഞിട്ട് പങ്കെടുത്തിട്ട് തരാം, ഒരു മാസത്തിനുള്ളിൽ തരാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അത് ഉണ്ടായില്ല എന്നാണ് സുദേവ് നായർ പറയുന്നത്. സുദേവിന് മാത്രം പ്രശ്നമല്ല, മറ്റ് ടെക്നീഷ്യൻസിന് ഉൾപ്പെടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരാതികളും ഉണ്ടായിരുന്നു എന്ന് സുദേവ് പറയുന്നത്. ഇതിന് മറുപടിയായിട്ടാണ് അർജുൻ പറയുന്നത്, വിടുവായിത്തരം പറയുന്ന നടനാണ്, മഴമണ്ടൻ എന്ന് പോലും വിളിക്കാൻ കഴിയില്ല, അങ്ങനെ തുടങ്ങിയ ഭാഷകളാണ് അർജുൻ ഇതിൽ ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ടോക്സിക് സിനിമ 26-ാം തീയതി റിലീസ് എത്തുകയാണ്. അപ്പോൾ ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മറ്റൊരു നിർമ്മാതാവിന്റെ നെഞ്ചത്ത് കയറിയിട്ടല്ല എന്ന വാക്കുകളും അർജുൻ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അർജുൻ പറയുന്നത്, ടോക്സിക് സിനിമയിൽ സഹനടനായിട്ട് അഭിനയിക്കുമ്പോൾ ആ സഹനടനെ മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ ഈ രീതിയിലല്ല മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടേണ്ടത്, മറ്റൊരു നിർമ്മാതാവിനെ പറ്റി അപഹാസ്യം പറയുന്ന രീതിയിൽ എത്തേണ്ടതല്ല പറയുന്നത് എന്നും കൂടി പറയുന്നു. മാത്രമല്ല, ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകും, സുദേവ് നായർക്കെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നതും കൂടി പറയുന്നുണ്ട്. നിർമ്മാതാവിന്റെ കയ്യിൽ, അതായത് തന്റെ കയ്യിൽ നിന്ന് കാശും ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഉൾപ്പെടെ വാങ്ങിച്ചിട്ട് ടോക്സിക് എന്ന സിനിമയിലെ കഥാപാത്രത്തിന്റെ ഷെഡ്യൂളിനനുസരിച്ച് തന്റെ ഈ വെബ് സീരീസിന്റെ ഷെഡ്യൂളുകളും പൂർത്തിയാക്കി. 65 ലക്ഷം മാത്രമുള്ള ബഡ്ജറ്റിലുള്ള വെബ് സീരീസിൽ നികുതി ഉൾപ്പെടെ 10 ലക്ഷം എന്ന അഗ്രിമെന്റ് ഒപ്പിട്ട് അതിൽ 7 ലക്ഷം രൂപ റൊക്കം തുക കൈപ്പറ്റുകയും ചെയ്തു. പിന്നെ ബാക്കിയുള്ള അണിയറ പ്രവർത്തകരുടെ ശമ്പളം കൊടുക്കണ്ട എന്ന് സുദേവ് നായർ ഉൾപ്പെടെ പറഞ്ഞതായിട്ടും അർജുൻ പറയുന്നുണ്ട്. അങ്ങനെ നിർമ്മാതാവും ഒരു വെബ് സീരീസിന്റെ നിർമ്മാതാവും അതിലെ പ്രധാന നായകനും തമ്മിൽ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്, സോഷ്യൽ മീഡിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. പ്രധാനമായും സുദേവ് നടത്തിയ ഈ വെളിപ്പെടുത്തൽ അതൊരു വലിയ ഷോക്കിംഗ് ആയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ അർജുൻ ഈ മറുപടി പറയുമ്പോൾ ഈ വെബ് സീരീസിലൂടെ മാത്രമല്ല, ഈ നിർമ്മാതാവിന്റെ പേരിൽ ഇതിന് മുമ്പും അലിഗേഷൻസ് ഉണ്ടായതായിട്ട് സുദേവിന്റെ വെളിപ്പെടുത്തലിലൂടെ തുറന്നു പറയുന്ന പശ്ചാത്തലത്തിലാണ് അർജുൻ ഇപ്പോൾ ഒരു വലിയ മറുപടിയുമായിട്ട് രംഗത്തെത്തുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് സുദേവ് പറയുന്നത്, ഈ പ്രൊമോഷന് പിന്നാലെ 1 മാസം കഴിഞ്ഞിട്ട് പണം തരാമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു തീരുമാനമോ വ്യവസ്ഥയോ ഇല്ല. മറ്റാർക്കൊക്കെ ടെക്നീഷ്യൻസിന് പണം കൊടുക്കാനുണ്ടെന്ന് സുദേവ് നായർ വെളിപ്പെടുത്തണം. കാരണം എല്ലാ ടെക്നീഷ്യൻസിനും പണം കൊടുത്തതാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു മറുപടിയുമായിട്ട് എത്തുന്നത്? സുദേവിന്റെ പേയ്മെന്റിൽ 3 ലക്ഷങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല, 65,000 രൂപയാണ് പണം കൊടുക്കാനുള്ളത്. അതിലും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എത്തിയിരുന്നു എന്നാണ് അർജുൻ രവീന്ദ്രൻ തുറന്നടിക്കുകയും ചെയ്തത്. അങ്ങനെ നിർമ്മാതാവ് ഒരു കാര്യം പറയുന്നു, പ്രധാന നടൻ മറ്റൊരു കാര്യം പറയുന്ന രീതിയിലേക്ക് മാറുന്നു. ഇതൊരു പ്രൊമോഷൻ ടാക്ടിക്കും സ്റ്റണ്ടും മാത്രമാണ് സുദേവ് ഇത് ചെയ്യുന്നതെന്നും വിടുവായിത്തരം പറയുന്ന ഒരു നടൻ മാത്രമാണ് സുദേവ് എന്നതും. ശരി, ഹരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ദുരന്തമുഖങ്ങളിൽ ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന അഗ്നിരക്ഷാസേനയ്ക്ക് കരുത്താകാൻ ഒരു കൊച്ചു റോബോട്ടിക് ഉപകരണമായി 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. കാരശ്ശേരി നെല്ലിക്കപ്പറമ്പ് ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് റെസ്ക്യൂ റോവർ എന്ന സവിശേഷമായ ഉപകരണം നിർമ്മിച്ച് ശ്രദ്ധേയരായിരിക്കുന്നത്. തങ്ങളുടെ കണ്ടുപിടുത്തം മുക്കം ഫയർ സ്റ്റേഷനിലെത്തിച്ച് സേനാംഗങ്ങൾക്ക് മുന്നിൽ കുട്ടികൾ വിജയകരമായി പ്രദർശിപ്പിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ അപകടങ്ങൾ വർദ്ധിക്കുകയും ഉദ്യോഗസ്ഥരുടെ ജീവൻ വരെ പൊലിയുകയും ചെയ്യുന്ന ദാരുണ സംഭവങ്ങൾക്ക് സ്ഥിരമായി സാക്ഷ്യം വഹിക്കാറുള്ള പശ്ചാത്തലത്തിലാണ് ഈ വിദ്യാർത്ഥികൾ ഇത്തരമൊരു ചിന്തയിലേക്ക് എത്തിയത്. അധ്യാപകരുടെ പിന്തുണയോടെ കഴിഞ്ഞ 1 വർഷത്തോളമായി നടത്തിയ പഠനങ്ങൾക്കും അധ്വാനത്തിനുമൊടുവിലാണ് ഈ റെസ്ക്യൂ റോവർ യാഥാർത്ഥ്യമാക്കിയത്. ക്യാമറ, വിവിധതരം ഡിറ്റക്ടറുകൾ, റോബോട്ടിക് ആംസ് തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങൾ അടങ്ങിയതാണ് ഈ ഉപകരണം. അപകട മേഖലകളിൽ മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത വിടവുകളിലും തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും കടന്നുചെന്ന് വിവരങ്ങൾ ശേഖരിക്കാനും ജീവൻ രക്ഷാപ്രവർത്തനം സുഗമമാക്കാനും ഈ റോവറിന് കഴിയും. സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ മന്ന ഹംസ, ഹാഷിഖ് ബിൻ ഹബീബ്, മുഹമ്മദ് തമീം, മുഹമ്മദ് സഹൽ എന്നിവരാണ് ഈ റോബോട്ടിക് റോവറിന്റെ പിന്നണിയിൽ. തങ്ങൾ വികസിപ്പിച്ച റോബോട്ടും വഹിച്ചാണ് കുട്ടികൾ ഇന്ന് മുക്കം ഫയർ സ്റ്റേഷനിൽ എത്തിയത്. ഉപകരണത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുത്ത വിദ്യാർത്ഥികൾ ഇനി വരുത്തേണ്ട മാറ്റങ്ങളെയും അപ്ഡേഷനുകളെയും കുറിച്ച് ഉദ്യോഗസ്ഥരോട് ചോദിച്ചറിഞ്ഞു. വാർത്തകളിലും മറ്റും രക്ഷാപ്രവർത്തകർക്ക് തന്നെ അപകടം സംഭവിക്കുന്നത് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു ആശയം ഉദിച്ചത്. 1 വർഷത്തെ അധ്വാനമുണ്ട് ഇതിനു പിന്നിൽ. ക്യാമറയും റോബോട്ടിക് ആംസും ഉപയോഗിച്ച് ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായി കണ്ടെത്താൻ ഇതിന് കഴിയുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. മനുഷ്യന്മാർക്ക് ഒരു അപകടം വരാത്ത രൂപത്തിൽ എങ്ങനെ റെസ്ക്യൂ ചെയ്യാന്നുള്ളൊരു രൂപത്തിലാണ് ഞങ്ങളൊരു തീരുമാനമിട്ട്. ഞങ്ങൾ 4 ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങൾ 4 ആൾക്കാരും തീരുമാനിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത്. പിന്നെ ഇതിൽ ഇനി എന്തൊക്കെ ഇനി ഉൾപ്പെടുത്തേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇതിൽ ക്യാമറ വരുന്നുണ്ട്, റോബോട്ടിക് ആം, തെർമൽ ക്യാമറ, ഗ്യാസ് സെൻസേഴ്സ്. പ്രവർത്തിക്കുന്നത് ഇപ്പം ലാപ്ടോപ്പ് വെച്ചിട്ടാണ് ചെയ്യണത്. ലാപ്ടോപ്പിൽ എല്ലാ ഇതിൻ്റെ ദൃശ്യങ്ങളും ഇതൊക്കെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും.
ചെറിയ പ്രായത്തിൽ തന്നെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ഇത്തരമൊരു കണ്ടുപിടുത്തം നടത്തിയ വിദ്യാർത്ഥികളെ മുക്കം ഫയർ ഓഫീസർ EK അബ്ദുൽ സലീം അഭിനന്ദിച്ചു. വരും കാലങ്ങളിൽ അഗ്നിരക്ഷാസേനയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ ഉപകരിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ഇതിലുള്ളതെന്നും ബിൽഡിംഗ് അപകടങ്ങളിലടക്കം ഇത് ഏറെ ഫലപ്രദമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സാധാരണഗതിയിൽ നമ്മളുടെ റെസ്ക്യൂ ഫീൽഡിൽ നമ്മൾ നേരിടുന്ന പല പ്രതിസന്ധികൾക്കും പരിഹാരമായിട്ട് അവരുടെ ചിന്തയിൽ വന്ന ഒരു ഉൽപ്പന്നമായിട്ടാണ് മനസ്സിലാകുന്നത്. അപ്പം നമ്മൾ നേരിട്ടപ്പം പിന്നെ ബിൽഡിംഗ് കൊളാപ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അകപ്പെട്ട ആളെ രക്ഷപ്പെടുത്താനുണ്ടാകുന്ന നമ്മൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തെർമൽ ക്യാമറ ഉണ്ട്, അപ്പം നമ്മൾ അവർ ഹീറ്റ് ഡിറ്റക്ടറുകളുണ്ട്, അപ്പം ഗ്യാസ് ഡിറ്റക്ടറുകളുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് അപകടം വരുന്ന, അതായത് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അവിടേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അപകടത്തിൽപ്പെടും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടൊരു പിന്നെ റോബോട്ട് അത് അവിടെ പിന്നെ നമ്മൾ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. നാളെയുടെ വാഗ്ദാനങ്ങളായ ഈ കുഞ്ഞു ശാസ്ത്രജ്ഞരുടെ കഴിവ് വലിയൊരു സുരക്ഷാ വിപ്ലവത്തിനാണ് വഴി തുറക്കുന്നത്. കൂടുതൽ അപ്ഡേഷനുകളോടെ ഈ റോവർ ഭാവിയിൽ ദുരന്തമുഖങ്ങളിൽ ജീവൻ കാക്കാൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ വിദ്യാർത്ഥികളും അധ്യാപകരും. ന്യൂസ് 18 കോഴിക്കോട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,950, പവന് 1,19,600. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,285, പവന് 98,280. വെള്ളി ഗ്രാമിന് 260, കിലോയ്ക്ക് 2,60,60,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.